എൻ്റെ ഒപ്പം നിൽക്കുന്നത് ബിജിലി പി ഈശോയെ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. CPM-ൻ്റെ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി മെമ്പറും അതുപോലെ മുൻ ജനപ്രതിനിധിയൊക്കെ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കോഴഞ്ചേരിയിലെ ഒരു അമ്മ മറ്റൊരു സ്വകാര്യ ചാനലിൽ ആ മുഖ്യമന്ത്രിയായിരുന്നു ശരി, ഇപ്പോഴത്തെ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ബൈറ്റ് സംസ്ഥാനത്ത് വൈറലാവുകയും ചെയ്തു. വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ അതിനെ തുടർന്നുണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് സംഭവിച്ചത് മഹിളാ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതൃത്വവും ആ അമ്മയും കൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയിപ്പിക്കുന്നു. അതായത് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ ബിജിലി പി ഈശോ പറഞ്ഞ് പറയിപ്പിച്ചെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ വസ്തുത എന്തെന്ന് ബിജിലി പി ഈശോ തന്നെ നമ്മളോട് പറയും. എന്താണ് ബിജിലി ശരിക്കും സംഭവിച്ചത്? ഞങ്ങളെ സംബന്ധിച്ച് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് ഒരു 3ഓളം ദുരിത ക്യാമ്പുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഇപ്പോൾ രാവിലെ ആണെങ്കിലും അവിടുത്തെ വിഷയങ്ങൾ അന്വേഷിക്കാൻ, ഇപ്പോൾ തലേദിവസം ഞങ്ങൾ പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തിൻ്റെ അധികൃതരടക്കം ഞങ്ങൾ കൂടി ഇന്ന കാര്യങ്ങൾ രാവിലെ കൊടുക്കണമെന്നെല്ലാം തീരുമാനിച്ച് ഞങ്ങൾ പോയതാണ്. പോയി കഴിഞ്ഞാണ് ഇതുപോലെ ഞങ്ങൾ രാവിലെ അവിടെ അടുത്ത് എന്താണ് ക്രമീകരണങ്ങളായ, അപ്പോൾ രാവിലെ അവിടെ വെള്ളം എത്തിയില്ല. എന്നുവെച്ചാൽ ഓൾറെഡി അവിടെ കറണ്ടില്ല. നമ്മൾ തലേദിവസം രാത്രി തന്നെ അവർ നമ്മൾ പറഞ്ഞാണ് അത്യാവശ്യം കറണ്ട് ഇവർക്ക് ചെയ്യാമായിരുന്നു. കാരണം ഏതായിരുന്നു ഈ വെള്ളത്തിനും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ മോട്ടർ അടിക്കാനോ പറ്റിയില്ല, വെള്ളമില്ലായിരുന്നു. പക്ഷേ അത് രാവിലെ തന്നെ അവർക്ക് ഏതാണ്ട് 10-10:30 കഴിഞ്ഞ 11ഓളം കഴിഞ്ഞാണ് അവിടെ വെള്ളം. നമ്മൾ പിന്നെ വാട്ടർ ടാങ്ക് പലരെയും വിളിച്ചു, ഞാനടക്കം പലരെയും വിളിച്ചു. ചിലർക്കൊക്കെ കിണറ്റിൽ വെള്ളം കയറി, അതുകൊണ്ട് അവർക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ പലയിടത്ത് നമ്മൾ ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ജനപ്രതിനിധികളെല്ലാവരും, ഇപ്പോൾ ഇടതുപക്ഷമൊന്നോ വലതുപക്ഷമൊന്നും ഇല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഞങ്ങൾ പലരെയും മാറി മാറി വിളിച്ച് വെള്ളം എത്തിക്കാനുള്ളൊരു ക്രമീകരണം നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അവിടെ അകത്ത് കയറി അപ്പോഴാണ് ആ BP-ക്കുള്ള മരുന്നില്ലെന്ന് പറയുന്നു. നമ്മളത് ഉടനെ അത് കഴിഞ്ഞാണ് അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു, റിപ്പോർട്ടർ ന്യൂസ് ഉണ്ടായിരുന്നു, മന്ത്രി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവരെല്ലാം വരുമായിരുന്നു. അന്നേരമാണ് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോഴാണ് ഈ തർക്കം നടക്കുന്നത്. അവിടെ ആ തർക്കം നടക്കുമ്പോൾ ആദ്യം പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അന്നേരമാണ് 10 മണിയായപ്പോഴത്തേക്കാണ് ആരോഗ്യ പ്രവർത്തകർ. ഞങ്ങളൊരു 9-9:30 അവിടെ ഉണ്ട്. 10 കഴിഞ്ഞപ്പോൾ ആരോഗ്യ പ്രവർത്തകർ വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പം പറഞ്ഞു തലേദിവസം 10 മണി വരെ വിളിച്ചു, അപ്പോൾ ഈ BP-യുടെ ഗുളിക നമുക്ക് കൊടുക്കാൻ അങ്ങനെ പറ്റത്തില്ല, ഡോക്ടറിൻ്റെ ഇത് വേണം, ഇവർ ഇതാ കഴിക്കുന്നതൊക്കെ. ശരി, അതൊക്കെ ന്യായമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുണ്ടല്ലോ. നമ്മളാണെങ്കിലും രാത്രി NSS-ൻ്റെ നമ്മളടക്കമാണ് NSS-ൻ്റെ 2 കുട്ടികളെ, ഞാനടക്കമാണ് കോഴഞ്ചേരി കോളേജ് NSS-ൻ്റെ 2 കുട്ടികളുടെ പേര് വരെ ഈ ക്യാമ്പിൽ ചെന്ന് തലേദിവസം വന്ന് ഇവരെ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാനൊക്കെ ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുക. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യം ഉദ്യോഗസ്ഥർ കയർക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഗുളിക കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്ന് പറയും. അത് കഴിഞ്ഞാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും കൂടെയാണ്. അപ്പോൾ പുള്ളിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഈ ചാനൽ ഏഷ്യാനെറ്റ് അടക്കമുണ്ട്. ഏഷ്യാനെറ്റ് ക്ലിപ്പിക്ക് ഞാൻ പറയുന്നുണ്ട്, അത് കാണാം. അത് കഴിഞ്ഞാണ് ഈ പറയുന്നത്. അപ്പോഴും ഞങ്ങൾ ഈ തർക്കം ഉണ്ടാകുമ്പോഴേ ഈ അമ്മ സംസാരിക്കുന്നു. അപ്പോഴാണ് നിങ്ങളെല്ലാം കയറിയിരിക്കുക അങ്ങോട്ട്. സ്വാഭാവികമായിട്ട് ബൈറ്റ് എടുക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയറിയിരിക്കുമ്പോൾ ഞാനും അങ്ങനെ അവിടെ പോയി നിന്നല്ലാതെ അതിനകത്ത് ഇതൊരു യാഥാർത്ഥ്യമില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മയാണ് വിമർശിച്ചത്. അമ്മയാണ് വിമർശിച്ചത് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞതിൻ്റെ ബാക്കിലുണ്ട്. അമ്മയുടെ മോളെന്ന് പറയുന്നത് നമുക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശയം എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ്, ഞങ്ങളുടെ പഞ്ചായത്ത് ജീവനക്കാരിയാണ്, ഞങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളുകളാണ്. അപ്പം എനിക്കിപ്പോൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് കുടുംബത്തിലുള്ള ആളോട് പറഞ്ഞു പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. അല്ലെ തന്നെ സ്വാഭാവികമല്ലേ ഇതിപ്പോൾ. ഇപ്പോഴത്തെ നവമാധ്യമങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പം തന്നെ സൈബർ ഇടങ്ങളിപ്പോൾ അറിയാലോ, കോൺഗ്രസിൻ്റെ സൈബർ ഇപ്പോൾ വലിയ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും സൈബർ ഇടങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്നിവർ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തെന്ന് വരുത്തിക്കുന്ന ഒരു ലോകമാണല്ലോ ഇപ്പം. ഈ കോൺഗ്രസ് കുടുംബത്തിൽ ഒരു അംഗത്തോട് പറഞ്ഞു പറയിപ്പിക്കേണ്ട മണ്ടത്തൊന്നും നമ്മൾ കാട്ടത്തില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയില്ല. എന്നെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. അമ്മ അവരനുഭവിച്ച ദുരിതത്തിൽ നിന്ന് പറഞ്ഞാണ് അല്ലേ? അതെ, 100% പുള്ളിക്കാരി അത് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പം നമ്മൾ ഈ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അടക്കം അവിടെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വരുന്നതിന് മുമ്പേ അവരവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 9 തൊട്ട് ഈ 2 അവർ അമ്മ അനുഭവം പറഞ്ഞു. മാത്രമല്ല അമ്മ പറയുന്നത് വിജയൻ എന്നൊക്കെയാണ് പറയുന്നത്. CPM പ്രവർത്തകയൊക്കെ ആണെങ്കിൽ സഖാവെന്നൊക്കെ അല്ലേ പറയത്തുള്ളൂ. എൻ്റെ അത് കഥയൊന്നുമില്ല. ഇതിപ്പം സൈബർ ഇടങ്ങളിൽ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ അമ്മയുടെ മകളാണോ കോൺഗ്രസ് പ്രവർത്തകയാണോ? കോൺഗ്രസ് പ്രവർത്തക, അവരുടെ സജീവ പ്രവർത്തക. അവരാണ് വീഡിയോ തിരിച്ചിട്ടില്ലേ? അല്ല, അത് കഴിഞ്ഞാണ് ഇവരുടെ മകള കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് അടക്കം വന്ന് അവരെ കൊണ്ട് ഇവർ പ്ലാൻ ചെയ്ത് ആ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് എല്ലാം കൂടെ അവരുമായിട്ട് സംസാരിച്ച് അവരെ അവിടെ ഇരുത്തി കാര്യങ്ങൾ പറയാം. നമ്മളെല്ലാം കണ്ടതല്ലേ. നമ്മൾ ഒരു രസം എന്ന് പറഞ്ഞത് ഇത് MLA ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയാണ്. അബിൻ വർക്കിയുടെ അറിവോടുകൂടി തന്നെ. രസം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ വരികയേ ഉള്ളൂ. രാവിലെ എന്താണ് അമ്മയെ സംഭവിച്ചത്? ബിജിലി പറയിപ്പിച്ചാന്നല്ലേ? ഏതായാലും എനിക്കൊരു ഗുണമുണ്ട്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഏതായാലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ആൾ അബിൻ വർക്കി അടക്കം എന്നെ വിളിച്ച് പറഞ്ഞു. ഏതായാലും അത് നമുക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവര് ഒരു വിശദീകരണ വീഡിയോ ഇടുമ്പോഴേ അതിനകത്ത് എന്താണ് അവിടെ സംഭവിച്ചത്, അവിടെ വെള്ളം കിട്ടിയോ അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടായിരുന്നോ ഗുളിക ഉണ്ടോന്നോ അല്ല, ഒറ്റ വാക്ക്
ആരാ എന്താ അമ്മയെ സംഭവിച്ചത്? ബിജിലി പറയിപ്പിച്ചു എന്നല്ലേ? അത്രേ ഉള്ളൂ. വേറൊരു കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. ബിജിലി പറയുന്നത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കണ്ടാൽ. എന്നെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ക്യാമ്പുകളിൽ ഇപ്പോൾ അറിയാം കറണ്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്കല്ല, നിങ്ങളെല്ലാം ഇപ്പോൾ എല്ലാ ചാനൽ സജിത്തൊക്കെ അവിടെ മല്ലപ്പുഴശ്ശേരിയിൽ ലോക്കൽ കമ്മിറ്റി ജനറേറ്റർ സ്ഥാപിച്ചത്. അതെ അതെ, അങ്ങനെ പലയിടത്തും. ഇപ്പം തന്നെ എഴിക്കാട്, ഏറ്റവും വലിയ എഴിക്കാട് കോളനിയിൽ ഇന്നലെ രാത്രിയിലത്തെ റിപ്പോർട്ട് നമ്മൾ ലൈറ്റ് പോലും ഇല്ല. അതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ അത്യാവശ്യം വെള്ളം കയറുമ്പോൾ കറണ്ടൊന്നും കിട്ടത്തില്ല. എന്നാൽ പോലും ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതാണ് സംഭവിച്ചത്. എന്താണ് നിയമ നടപടി സ്വീകരിക്കുമോ? കൂടുതൽ 100%. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പ്രചരണം നടത്തി എൻ്റെ നിയമ നടപടികൾ തീരുമാനിക്കാൻ ഞാൻ വക്കീലുമായിട്ട് ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ അന്വേഷണമൊക്കെ വരട്ടെ, നിയമ നടപടി നടക്കട്ടെ. നടക്കാനുള്ള എല്ലാ ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ എന്തായാലും ബിജു ചേട്ടൻ തിരക്കിലാണ് ഞങ്ങൾ, കാരണം ഞങ്ങൾ പിടിച്ചു നിർത്തുമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാവിലെ ഒരു 100 വീടുകളിലോളം നമ്മൾ പാല് കൊടുക്കുന്നതാണ്. 100 വീടുകളോളം പാല് കൊടുക്കും. തന്നെ പശു, പിന്നെ 10-11 പശുക്കളുണ്ട്, കൃഷിയൊക്കെ ഉണ്ട്, കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ കൂടെയാണല്ലേ? അതെ അതെ, CPM-ന്റെ 2 തവണ. ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 2 വർഷം പഞ്ചായത്ത് മെമ്പർ. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനമാണ് നാടുകളിടയിൽ. അവിടെ പോയി പൊതുപ്രവർത്തനം നടത്താൻ പോവാണ്. പോയിക്കോ, കുഴപ്പമില്ല. നമുക്ക് ആ വാഹനത്തെ കാണാം, നിറയെ പാലും കുപ്പികൾ ഇരിക്കുകയാണ്. വീടുകളിലേക്ക് രാവിലെ പാല് കൊണ്ടുപോവാണ്. അത്തരത്തിലെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഈ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോ നമുക്കും കിട്ടി. അതിൻ്റെ അകത്ത് ഒറ്റ ചോദ്യം ഉത്തരവേ ഉള്ളൂ. അതായത് ചേട്ടാ ഓക്കെ കാണാം, ഒറ്റ ചോദ്യം ഉത്തരവ് അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? രാവിലെ എന്ത് സംഭവിച്ചു? ബിജിലി പറയിപ്പിച്ചു. എന്തായാലും ബിജിലി PSO നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ നിയമം സ്വീകരിക്കുന്നുണ്ട് ബിജിലി പറഞ്ഞ. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.